ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, ഇന്ന് റെക്കോർഡഡ് ക്ലാസ് ആണ്. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് IT ആണ്. സോ ഫ്യൂച്ചറിസ്റ്റിക് ITയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും രണ്ടാമത്തത് വെർച്വൽ റിയാലിറ്റിയും. സോ വെർച്വൽ റിയാലിറ്റിയിൽ നമ്മൾ 3 ടൈപ്സ് പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ 3 ടൈപ്സ് പഠിച്ചത്? നോൺ ഇമേഴ്സീവ് വെർച്വൽ റിയാലിറ്റി, സെമി ഇമേഴ്സീവ് ആൻഡ് ഫുള്ളി ഇമേഴ്സീവ്. ഓക്കെ, അതാണ് 3 ടൈപ്സ് ഓഫ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെമി ഇമേഴ്സീവ് ആണ്. എന്താണ് സെമി ഇമേഴ്സീവ് വെർച്വൽ റിയാലിറ്റി ആണ്? നോക്കാം. സെമി ഇമേഴ്സീവ് ബ്രിങ്സ് സിമുലേഷൻ ഓഫ് ദ റിയൽ വേൾഡ്സ് ബെറ്റർ ദാൻ ദ നോൺ ഇമേഴ്സീവ് കാറ്റഗറി. അല്ലേ, അതായത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു, നോൺ ഇമേഴ്സീവ് എന്ന് പറയുമ്പോൾ ഒരുപാട് റിയൽ ആയിട്ട് നമുക്ക് തോന്നിക്കില്ല. ഓക്കെ, പക്ഷേ സെമി ഇമേഴ്സീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റിയൽ ആയിട്ട് അല്ലെങ്കിൽ റിയൽ വേൾഡ് ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, സെമി ഇമേഴ്സീവ് ബ്രിങ്സ് സിമുലേഷൻ ഓഫ് ദി റിയൽ വേൾഡ്സ് ബെറ്റർ ദാൻ ദി നോൺ ഇമേഴ്സീവ് കാറ്റഗറി. അതായത് നോൺ ഇമേഴ്സീവിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഉള്ള സിമുലേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ഒറിജിനൽ ആയിട്ട് കുറച്ചും കൂടെ റിയൽ വേൾഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ തോന്നും. ഓക്കെ, അതാണ് സെമി ഇമേഴ്സീവ് എന്ന് പറയുന്നത്. സെമി ഇമേഴ്സീവ് ബ്രിങ്സ് സിമുലേഷൻ ഓഫ് ദി റിയൽ വേൾഡ്സ്. ഓക്കെ, റിയൽ വേൾഡ് പോലെ തോന്നിക്കും. ഓക്കെ, ബെറ്റർ ദാൻ ദി നോൺ ഇമേഴ്സീവ് കാറ്റഗറി. നോൺ ഇമേഴ്സീവിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമുക്ക് റിയൽ വേൾഡ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു വിർച്വൽ റിയാലിറ്റിയാണ് സെമി ഇമേഴ്സീവ് എന്ന് പറയുന്നത്. This uses slightly more complex VR technologies to provide this greater sense of immersion. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള വെർച്വൽ റിയാലിറ്റി ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റിയൽ ആയിട്ട് നമുക്ക് തോന്നും. ദിസ് ഹാസ് ഇമെൻസ് ആപ്ലിക്കേഷൻസ് ഇൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റിലുമാണ്. ഓക്കെ, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിലൊക്കെയാണ് നമ്മൾ ഈ VR ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള VR ടെക്നോളജീസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോൺ ഇമേഴ്സിനേക്കാളിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിയൽ വേൾഡ് ആയിട്ട് നമുക്ക് തോന്നിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെമി ഇമേഴ്സീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് യൂസസ് സ്ലൈറ്റ്ലി മോർ കോംപ്ലക്സ് VR ടെക്നോളജീസ്. വെർച്വൽ റിയാലിറ്റി ടെക്നോളജീസ് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ റിയൽ ആയിട്ട് നമുക്ക് തോന്നും. ദിസ് ഹാസ് ഇമെൻസ് ആപ്ലിക്കേഷൻസ് ഇൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റുമാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, എക്സാമ്പിൾ ട്രെയിനിങ് പൈലറ്റ്സ് യൂസിങ് എ ഫ്ലൈറ്റ് സിമുലേറ്റർ. ഓക്കെ, അപ്പം പൈലറ്റ്സിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ഇതുപോലുള്ള VR ടെക്നോളജീസ് വെച്ചിട്ടായിരിക്കും. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി ഇമേഴ്സീവ് VR ടെക്നോളജീസ് ആണ്. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷൻ. എന്താണ് ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷൻ? ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷൻസ് പ്രൊവൈഡ് ദ ഗ്രേറ്റസ്റ്റ് ഇമേഴ്സീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വിർച്വൽ റിയാലിറ്റി ടെക്നോളജി വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദ റിയലിസ്റ്റിക് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കിത് ഈ ഒരു സിമുലേഷൻ, അതായത് ഈ ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷനിൽ നമുക്ക് തോന്നും കുറച്ചും കൂടെ റിയൽ ആണെന്ന്. ഓക്കെ, റിയൽ ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് എ റിയൽ തിങ്. ഒരു സിമുലേഷൻ ആണ്, റിയൽ അല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ടെക്നോളജി ഫുള്ളി ഇമേഴ്സീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും ഇതൊരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇത് യഥാർത്ഥത്തിലാണ്, ഈ എൻവയോൺമെൻറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് യഥാർത്ഥത്തിലാണെന്ന് നമുക്ക് തോന്നും, റിയൽ ആണെന്ന് തോന്നും. പക്ഷേ റിയൽ അല്ല, അല്ലേ? VR ടെക്നോളജീസ് വെച്ച് ഡെവലപ്പ് ചെയ്തതാണ്, നമുക്ക് റിയൽ ആയിട്ട് തോന്നിക്കും, അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ വണ്ടർലായിൽ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് അവിടെ മൂവി തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു വിർച്വൽ റിയാലിറ്റി അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഹാർഡ്വെയർസ് ഒക്കെ നമുക്ക് വേണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അല്ലേ? ഇൻ എ ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷൻ ഹാർഡ്വെയർ സച്ചസ് ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ വിച്ച് ഇൻക്രീസസ് ദ റെസൊല്യൂഷൻ ഓഫ് ദി ഇമേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങൾ നെറ്റിൽ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിങ്ങനെ ഒരു ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ, അതായത് നമ്മുടെ മുഖത്ത് ഈ ഹെൽമെറ്റ് വെക്കുന്നത് പോലെ തന്നെ ഒരു ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, ആ ഒരു സംഭവം ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്കത്
ഇമേജ് ഒക്കെ നമുക്ക് റിയൽ ആയിട്ട് തോന്നിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എന്താ 3D സിനിമ കാണുന്നു. 3D സിനിമ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ പറയും കണ്ണാടി വെക്കാൻ പറയും അല്ലേ. അപ്പോൾ കണ്ണാടി വെക്കുന്ന സമയത്ത് നമുക്കത് റിയൽ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള വിർച്വൽ റിയൽ ആയിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെക്കണം, ഒരു ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ നമ്മൾ വെക്കണം. ഓക്കെ, അപ്പോൾ അത് എന്താ നമ്മുടെ ഇമേജിൻ്റെ റെസൊല്യൂഷൻ കൂട്ടുകയും നമുക്കത് ഒറിജിനൽ ആയിട്ട് തോന്നുകയും ചെയ്യും. യൂസേഴ്സ് വ്യൂ ഓഫ് ദ റിയൽ വേൾഡ് ആൻഡ് എൻഹാൻസ് ദ ഫീൽഡ് ഓഫ് വ്യൂ ഓഫ് ദ കമ്പ്യൂട്ടർ ജനറേറ്റഡ് വേൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസേഴ്സിന് എന്ത് തോന്നും, റിയൽ ആയിട്ടുള്ള വേൾഡ് ആണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയും, പക്ഷേ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത വേൾഡ് ആണ്. അപ്പോൾ നമുക്ക് പക്ഷേ ആ ഒരു ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ ഒക്കെ വെക്കുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിട്ട് നമുക്ക് കാണുകയും, അപ്പോൾ നമ്മളത് റിയൽ ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് തോന്നും. പക്ഷേ അത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത എന്താണ് ഇമേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുള്ളി ഇമേഴ്സീവ് എന്ന് പറയുന്നത്. ഫുള്ളി ഇമേഴ്സീവ് എന്ന് പറയുമ്പോൾ എന്താ, റിയൽ വേൾഡ്, യൂസേഴ്സിന് റിയൽ വേൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റിയൽ എൻവയോൺമെൻറ്റ് ആണ് എന്നുള്ള എക്സ്പീരിയൻസ് ആണ് എവിടെ കിട്ടുന്നത്, ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷനിൽ കിട്ടുന്നത്. അപ്പോൾ ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ദ ഗ്രേറ്റസ്റ്റ് ഇമേഴ്സീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വിർച്വൽ റിയാലിറ്റി ടെക്നോളജി വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദ റിയലിസ്റ്റിക് എക്സ്പീരിയൻസ്. ഇൻ എ ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷൻ എന്ത് ഹാർഡ്വെയർ നമുക്ക് നിർബന്ധമായിട്ടും ഹാർഡ്വെയർസ് യൂസ് ചെയ്യണം. എന്താണ് ഹാർഡ്വെയറിൻ്റെ പേര്, ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ. ഓക്കെ, എന്താണ് ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ. ഓക്കെ, ഹെഡ് മൗണ്ടഡ് ഒരു ഹെൽമെറ്റ് പോലെയാണ്, നമ്മുടെ ഇവിടെ അതിനൊരു ഫ്രണ്ടിലായിട്ട് കണ്ണട കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തോന്നും, ആ ഇമേജിൻ്റെ റെസൊല്യൂഷൻസ് ഒക്കെ കൂടുന്ന സമയത്ത് നമുക്ക് തോന്നും അത് റിയൽ ആയിട്ട് തോന്നും. യൂസേഴ്സ് വ്യൂ ഓഫ് ദ റിയൽ വേൾഡ് ആൻഡ് എൻഹാൻസ് ദ ഫീൽഡ് ഓഫ് വ്യൂ ഓഫ് ദി കമ്പ്യൂട്ടർ ജനറേറ്റഡ് വേൾഡ്. ഫുള്ളി ഇമേഴ്സീവ് സിമുലേഷൻസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഗെയിമിംഗ്. ഓക്കെ, ഗെയിമിങ്ങിനകത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗെയിമിങ്ങിലൊക്കെ ഇപ്പം എന്താ ഒരുപാട് കാർ ഡ്രൈവിങ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഈ ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെയാണ് ഈ കാർ ഓടിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് ഗെയിമിങ്ങിനാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് തേർഡ് മോഡ്യൂളിലേക്ക് പോകാം. സോ മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3-നകത്ത് നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. സോ നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷനത്തെ സിലബസ് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. ഓക്കെ, നെറ്റ്വർക്ക്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് വാൻ, മാൻ, ലാൻ, പാൻ, ക്യാൻ. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് പഠിക്കണം. പിന്നെ നെറ്റ്വർക്ക്സിൻ്റെ ബെനിഫിറ്റ്സ് പഠിക്കണം. ദെൻ നെറ്റ്വർക്ക് ടോപ്പോളജീസ് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ്വർക്ക് ടോപ്പോളജി, ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, അങ്ങനെ ടോപ്പോളജീസ് പഠിക്കണം. ദെൻ വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഗ്രൂപ്പ് വെയർ, ടെലി കമ്മ്യൂട്ടിംഗ് ആൻഡ് വിർച്വൽ ഓഫീസസ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഫയർവാൾസ്. ഓക്കെ, നെറ്റ്വർക്ക്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫയർവാൾ യൂസ് ചെയ്യണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ മീഡിയം ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വയേർഡ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഓക്കെ, അതായത് നമുക്ക് ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മീഡിയം ആവശ്യമാണ്. സോ വയേർഡ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ട്. പിന്നെ ജനറേഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ജനറേഷൻസ് ഉണ്ട്. അപ്പോൾ മൊഡ്യൂൾ 3-നകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, നെറ്റ്വർക്ക് ടോപ്പോളജി, ദെൻ വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഗ്രൂപ്പ് വെയർ, ടെലി കമ്മ്യൂട്ടിംഗ് ആൻഡ് വിർച്വൽ ഓഫീസസ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഫയർവാൾസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ മീഡിയം, വയേർഡ് ആൻഡ് വയർലെസ് ആൻഡ് ജനറേഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻസ്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്ന് നോക്കാം. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്? A network is the interconnection of a set of computers or other communication devices that can communicate with one another and share applications and data. അപ്പോൾ എന്താണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഇൻ്റർകണക്ഷൻ ഓഫ് സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓർ അതർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അല്ലേ. ഒരു കൂട്ടം കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർകണക്ട് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്തേക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ, അതായത് ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? ഷെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡേറ്റയും ആപ്ലിക്കേഷൻസും ഷെയർ ചെയ്യാൻ വേണ്ടി. ഇതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക്? എ നെറ്റ്വർക്ക് ഈസ് ദി ഇൻ്റർകണക്ഷൻ ഓഫ് എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർകണക്ട് ചെയ്തേക്കുന്നു അല്ലേ, ഓർ അതർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർകണക്ട് ചെയ്തേക്കുന്നത്? ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. ഓക്കെ, നമ്മൾ ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് പഠിക്കുന്നത്. ആൻഡ് ഷെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡേറ്റ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ആപ്ലിക്കേഷൻസും ഡേറ്റയും ഷെയർ ചെയ്യാൻ വേണ്ടി. These devices in a network are connected using wired or wireless transmission media such as cable or air. അല്ലേ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ, നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക് ആർ കണക്റ്റഡ്. ഓക്കെ, നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ട്രാൻസ്മിഷൻ മീഡിയം അവൈലബിൾ ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ട്രാൻസ്മിഷൻ മീഡിയം? വയേർഡ് ഓർ വയർലെസ്. ഓക്കെ, വയേർഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട്, വയർലെസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട്. ഓക്കെ, വയേർഡിന് ഏതാണ് എക്സാമ്പിൾ? കേബിൾ അല്ലേ? വയേർഡിന് കേബിൾ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ കേബിളാണ് വയേർഡിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത്. വയർലെസ് ട്രാൻസ്മിഷൻ മീഡിയം എക്സാമ്പിൾ എന്താണ്? എയർ. ഓക്കെ, അതായത് വേവുകൾ, ഇൻഫ്രാറെഡ് വേവ്സ്, അങ്ങനെ ഉള്ള വേവുകൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, നെറ്റ്വർക്ക്സിൽ ഡിവൈസുകൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ മീഡിയം വേണം. ആ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി വയേർഡ് ഓർ വയർലെസ്. ഓക്കെ, സച്ച് ആസ് കേബിൾ ഓർ എയർ. ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇന്റർ കണക്ഷൻ ഓഫ് എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ആൻഡ് ഷെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡേറ്റ. ഓക്കെ, ഡേറ്റയും ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി നെറ്റ്വർക്കിൽ ഡിവൈസ് കണക്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വയേർഡ് ഓർ വയർലെസ് മീഡിയം ഉണ്ട്. ഓക്കെ, വയേർഡ് എന്ന് പറയുമ്പോൾ കേബിൾ, അല്ലെങ്കിൽ വയർലെസ് എന്ന് പറയുമ്പോൾ എയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. A computer network can be very simple, such as connecting only two computers or a computer and a printer. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നു. അതിന് നമുക്കൊരു സിമ്പിൾ കമ്പ്യൂട്ടർ എന്ന് പറയാം, ഒരു സിമ്പിൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും കണക്ട് ചെയ്യുന്നു, അതിനെ നമുക്കൊരു സ്മാൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, ഓർ ഇറ്റ് ക്യാൻ ബി വെരി കോംപ്ലക്സ്, കണക്റ്റിംഗ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ്. ഇൻ്റർനെറ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം അല്ലേ? എന്താ ഇൻ്റർനെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കുറേ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ, മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണെന്ന് പറയാം. അപ്പോൾ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്താലും ഒരു സിമ്പിൾ നെറ്റ്വർക്കായി, ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും തമ്മിൽ കണക്ട് ചെയ്താലും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കായി. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ്. ഓക്കെ, മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സും ഡിവൈസസും കണക്ട് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും അതൊരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയം വേണം. അത് വയേർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്, മേ ബി കേബിൾ ഓർ എയർ. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളത്, കോംപ്ലക്സ് ആയിട്ടുള്ളത്. സിമ്പിൾ എന്ന് പറയുമ്പോൾ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഒരു സിമ്പിൾ നെറ്റ്വർക്ക് എന്ന് പറയാം. അതല്ല, ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിലും ഒരു സിമ്പിൾ നെറ്റ്വർക്ക് എന്ന് പറയാം. പക്ഷേ മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിനെ നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.